ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇന്നലെ ഒരു 10,000 തവണയെങ്കിലും അതിന് മുകൾക്ക് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരിക്കും. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ മൈക്ക് ഇടാതെ സംസാരിക്കുന്നു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കയറി കിടന്നുറങ്ങിയിട്ടും വീണ്ടും അതിന് മുകൾക്ക് ഭയങ്കരധികം തന്നെ ടെൻഷനാണ്. നൂറയുടെ അടുത്ത് വന്ന് ഒരുപാടധികം തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പേടിയാണ് ഞാൻ പുറത്താകുക എന്നുള്ളത്. അനീഷേട്ടൻ്റെ ഫാൻസ് ചിലപ്പോൾ എന്നെ പുറത്താക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുമാത്രമല്ല, എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാടധികം തന്നെ ക്യാരക്ടറൊക്കെ നോക്കിയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്തെടുക്കത്തുള്ളൂ. അതുമാത്രമല്ല, അനീഷേട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം. ആൾ അത്രയും നല്ല വെടുപ്പുള്ള ഒരാളൊന്നും അല്ല. പല കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്, കുറച്ചൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും എനിക്ക് എങ്ങനെ തന്നെയാണെങ്കിലും അനീഷേട്ടനെ അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിനൊന്നും ഉറക്കമൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസിൻ്റെ ഒരു ക്യാമറ തന്നെ അവിടെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇവരെന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ പിടിക്കുക, സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അനീഷിൻ്റെ ഉറക്കവും പോയിട്ടുണ്ടായിരിക്കും. കാരണം അനീഷ് തലമുടി കിടന്നാലും അനീഷ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരിക്കും. കാരണം ഓരോ തവണ ബിഗ് ബോസ് അനുമോള് മൈക്ക് ശരിയാക്കി ഇടുക, വ്യക്തമല്ലാത്ത രീതിയിൽ സംസാരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സമയത്ത് അനീഷും എന്തായാലും ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും തൻ്റെ ഭാഗത്തും ഒരുപാടധികം തന്നെ തെറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഒരേ ആക്ടൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ചിലപ്പോൾ എൻ്റെ കുടുംബക്കാർ തന്നെ ഇത് കാണുന്ന സമയത്ത് നീ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് ചിലപ്പോൾ എൻ്റെ പേരൻസിനൊക്കെ വിഷമമാവും. അതെനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അനീഷിനെ കുറ്റവും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ചില സമയത്ത് ആ പുള്ളിയുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് പാവം തോന്നും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. രാത്രിയിൽ ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക. അതാരാണെങ്കിലും, അനുമോളാണെങ്കിലും കാണുന്ന പ്രേക്ഷകരാണെങ്കിലും എല്ലാവരും തന്നെ ആ ഒരു ടെൻഷനും ആങ്സൈറ്റി എല്ലാം തന്നെ അനുമോളുടെ മുഖത്ത് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു.